ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ പാഠപുസ്തകമാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ ആദ്യ യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാംത്ത് ഓഫ് ലവിലെ 3ാമത്തെ ചാപ്റ്റർ ദ ഡോട്ട് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ദ ഡോട്ട് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നു. മലയാളം എക്സ്പ്ലനേഷൻ, ശേഷം ഇതിലെ ചോദ്യോത്തരങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇതിലൊരു പിക്ചർ സ്റ്റോറി ഉണ്ട്, അതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. ദി ഡോട്ട്. Here is the story of a young girl who believed that she could not draw pictures. Do you think she can draw? Let's see. ഇവിടെ ഈ കഥയിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ വിശ്വസിച്ചിരുന്നത് അവൾക്ക് വരയ്ക്കാൻ കഴിയില്ല എന്ന്. ഷി കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. അവൾക്ക് വരയ്ക്കാൻ കഴിയില്ല എന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? അവൾക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യ ചിത്രം നോക്കാം കേട്ടോ. ഓരോ പിക്ചറിലും ഓരോ സ്റ്റോറിയാണ് പറയുന്നത്. ആദ്യ പിക്ചറാണ്. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ. ആർട്ട് ക്ലാസ് കഴിഞ്ഞു. ബട്ട് വഷ്ടി, ആ കുട്ടിയുടെ പേരാണ് കേട്ടോ വഷ്ടി എന്നുള്ളത്. അപ്പോൾ വഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹർ ചെയർ, ഹർ പേപ്പർ വാസ് ബ്ലാങ്ക്. അപ്പോൾ അവൾ എന്താണ്, ക്ലാസ് കഴിഞ്ഞു, പക്ഷെ അവൾ കസേരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അല്ലേ. അവളുടെ പേപ്പറിലൊന്നുമില്ല, അവൾ ശൂന്യമാണ് ആ പേപ്പർ. അടുത്ത ചിത്രം നോക്കൂ. വഷ്ടിസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം, ഷീ സെഡ്. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ, സെഡ് വഷ്ടി. അപ്പോൾ ആ ടീച്ചർ വഷ്ടിയുടെ ആ ശൂന്യമായ കടലാസിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്, ലീൻ ചെയ്തിട്ട്. ആ ടീച്ചർ ബെഞ്ചിൽ കൈ വെച്ചിട്ട് ലീൻ ചെയ്ത് നോക്കണില്ലേ, അതുപോലെ നോക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ടീച്ചർ പറയുന്നത്? അതാ ഒരു മഞ്ഞ് വീഴ്ചയിൽ മഞ്ഞിൻ്റെ ഇടയിൽ ഒരു ധ്രുവക്കരടി. ഈ പോളാർ റീജിയൻ പറഞ്ഞാൽ മഞ്ഞ് വീഴുന്ന പോളാർ റീജിയൻ ആണ്, മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ പോളാർ ഭാഗത്ത് കാണുന്ന ഒരു കരടി ഉണ്ട്. അപ്പോൾ ഇത് നോക്കൂ, ഇതിൻ്റെ ഇടയിൽ ഒരു പോളാർ ബിയർ എന്ന് പറയുകയാണ്. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ. അപ്പോൾ വളരെ രസകരമായിട്ടുണ്ട്, എനിക്ക് വരയ്ക്കാൻ കഴിയില്ല ടീച്ചറെ എന്ന് വഷ്ടി പറയും. ഹർ ടീച്ചർ സ്മൈൽ. ടീച്ചർ ചിരിക്കും. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. അപ്പോൾ എന്നിട്ട് പറയും, ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വെർ ഇറ്റ് ടേക്സ് യു. ഒരു മാർക്ക് അതിൽ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്ത് വെക്കൂ, എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം എന്ന് പറയും. അങ്ങനെ അവൾ എന്ത് ചെയ്തു, ഒരു മാർക്കർ എടുത്തു, എന്നിട്ട് അതിലൊരു മാർക്ക് ഇട്ടു. വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ് ദർ. ഒരു കുത്തും കൊടുത്തു, പേപ്പറിന് നല്ല കുത്തു കൊടുത്തിട്ട് അവിടെ വെച്ചു. ഓക്കെ. ഹർ ടീച്ചർ പിക്ക്ഡ് അപ്പ്. എന്നിട്ട് അതിന് ശേഷം her teacher picked up the paper and studied it carefully. She pushed the paper towards Vashti and quietly said, now sign it. ടീച്ചർ പേപ്പർ എടുത്ത് ശ്രദ്ധാപൂർവ്വം നോക്കി, എന്നിട്ട് എന്ന് പറയും. എന്നിട്ട് വഷ്ടിയുടെ നേരെ നീട്ടിയിട്ട് പറയും, ഇനി ഇതിലൊരു ഒപ്പിടൂ പറയും, സൈൻ ചെയ്യാൻ പറയും. അപ്പോൾ ഇനി അടുത്ത പിക്ചർ 6ാമത്തെ നോക്കൂ. വഷ്ടി തോട്ട് ഫോർ എ മൊമെന്റ്, വെൽ മേ ബി ഐ കാൺ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. അപ്പോൾ വഷ്ടി പെട്ടെന്ന് ചിന്തിച്ചിട്ട് പറയും, ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറയും, ശരിയാണ്, എനിക്ക് വരയ്ക്കാൻ അറിയില്ല, പക്ഷെ എനിക്ക് എൻ്റെ പേര്, ഐ ക്യാൻ സൈൻ മൈ നെയിം, പക്ഷെ എനിക്ക് എൻ്റെ പേരിൽ ഒപ്പിടാൻ കഴിയും എന്ന് പറയും. ദ നെക്സ്റ്റ് വീക്ക് വഷ്ടി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. അടുത്ത ആഴ്ച വഷ്ടി ആർട്ട് ക്ലാസ്സിലേക്ക് കയറി. ഷി വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബൌട്ട് ഹർ ടീച്ചേഴ്സ് ഡെസ്ക്. അപ്പോൾ അവൾ ആ ക്ലാസ്സിൽ ഒരു കാര്യം കണ്ട് അത്ഭുതപ്പെട്ടു. ടീച്ചർ ഇരിക്കുന്ന ഡെസ്കിന് നേരെ മുകളിൽ ഒരു ചിത്രം തൂങ്ങിക്കിടക്കുന്നു. എന്തായിരുന്നു ആ ചിത്രം? ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ. അവൾ ആ പേപ്പറിൽ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ഡോട്ട് വരച്ച് കൊടുത്തില്ലേ, ആ ഡോട്ടായിരുന്നു അത്. ഓൾ ഫ്രെയിംഡ് ഇൻ സ്വേർലി ഗോൾഡ്. അപ്പോൾ അതാ ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഗോൾഡൻ ഫ്രെയിമൊക്കെ ഇട്ടിട്ട് അവൾ വരച്ച ആ കുത്ത് ആ ടീച്ചർ എന്ത് ചെയ്തു, ഫ്രെയിം ചെയ്ത് ചുമരിൽ തൂക്കി. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. അപ്പോൾ വഷ്ടി കരുതണോ, കുറച്ചുകൂടി നല്ലൊരു ഡോട്ട് വരച്ചു കൊടുക്കായിരുന്നു, കുറച്ചുകൂടി നല്ലൊരു ഡോട്ട് ഇടായിരുന്നു. ഷീ ഓപ്പൺ ഹർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അവൾ വേഗം അവളുടെ വാട്ടർ കളറൊക്കെ എടുത്തു, ബാഗ് തുറന്നിട്ട്, എന്നിട്ട് അവളുടെ ജോലി ആരംഭിച്ചു. അവൾ വരയ്ക്കാൻ തുടങ്ങി. വഷ്ടി പെയിൻറ്റഡ് എ റെഡ് ഡോട്ട്. അവൾ വരച്ചു റെഡ് ഡോട്ട് കുറേ വരച്ചു. എ പർപ്പിൾ ഡോട്ട്, പിന്നെ ഒരു പർപ്പിൾ ഡോട്ട് വരച്ചു, പിന്നെ ഒരു മഞ്ഞ യെല്ലോ ഡോട്ട് വരച്ചു, പിന്നെ ഒരു നീല ഡോട്ട് വരച്ചു. ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് ദ യെല്ലോ, ബ്ലൂവും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് വരച്ചു. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അങ്ങനെ അവൾ കണ്ടുപിടിച്ചു, രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു ഗ്രീൻ ഡോട്ട് കിട്ടിയിരിക്കുന്നു. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അങ്ങനെ കുറേ കളർ വെച്ച് കുറേ കുത്തുകൾ അവൾ വരച്ചു, ആ ചിത്രത്തിൽ കാണുന്ന പോലെ. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. പിന്നീട് അവൾ
കണ്ടുപിടിച്ചൊരു കാര്യമാണ്. എനിക്ക് ചെറിയ ചെറിയ കുത്തുകൾ വരയ്ക്കാൻ അറിയെങ്കിൽ എനിക്ക് വലിയ കുത്തുകളും വരയ്ക്കാൻ പറ്റുമല്ലോ. ഫസ്റ്റ് ഈ സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്. അങ്ങനെ കളറൊക്കെ എടുത്ത് സ്പ്ലാഷ് ചെയ്തിട്ട് അവൾ വലിയ കുത്തുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. വലിയ ബ്രഷ് ഉപയോഗിച്ച് നിറങ്ങൾ വെതറി. ഫസ്റ്റ് ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. ഒരു ഡോട്ട് വരയ്ക്കാതെ തന്നെ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ഇത് വരയ്ക്കാതെ തന്നെ അവൾ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ വഷ്ടി's ഡോട്ട് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ്. ഏതാനും ആഴ്ചകൾക്ക് ശേഷം സ്കൂളിലൊരു കലാപ്രദർശനം നടക്കുകയാണ്. അപ്പോൾ വഷ്ടിയുടെ ആ ഒരു കുത്തുകൾ വരച്ച സംഭവം അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധ നേടി. ഓക്കെ, അത് വളരെ പ്രചാരം നേടി. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. അപ്പോഴാണ് 12ാമത്തെ ചിത്രം നോക്കൂ. അപ്പോൾ വഷ്ടി ഒരു കൊച്ചുകുട്ടി തന്നെ നോക്കുന്നത് വഷ്ടി ശ്രദ്ധിച്ചു. ഒരു ലിറ്റിൽ ബോയ്. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ, ഹി സെഡ്. അപ്പോൾ അവൻ ഇവളെ നോക്കിയിട്ട് പറയും, നിങ്ങൾ ശരിക്കും വലിയൊരു ആർട്ടിസ്റ്റാണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ, എനിക്കും ഇതുപോലെ വരയ്ക്കാൻ പറ്റും എന്ന് അവൻ പറയുകയാണ്. ഐ ബെറ്റ് യു ക്യാൻ, സെഡ് വഷ്ടി. അപ്പോൾ വഷ്ടി പറയും, ഞാൻ ബെറ്റ് വയ്ക്കുന്നു, നിങ്ങൾക്ക് പറ്റും എന്ന് അവളും പറയും. മീ നോ, നോട്ട് ഐ കാൺട്ട് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. അപ്പോൾ ആ ബോയ് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കൊരു സ്കെയിൽ വെച്ചിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോലും അറിയില്ല എന്ന് പറയും. വഷ്ടി സ്മൈൽഡ്. അപ്പോൾ വഷ്ടി ചിരിക്കും. എന്നിട്ട് ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. എന്നിട്ട് ഒന്നും വരയ്ക്കാത്തൊരു ബ്ലാങ്ക് പേപ്പർ, ഒരു വെള്ള പേപ്പർ അവൻ്റെ കയ്യിൽ കൊടുക്കും. ഷോ മീ. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. വരച്ച് കാണിക്കാൻ വേണ്ടി കാണിച്ചു തരുമോ പറയും. അപ്പോൾ വരയ്ക്കുമ്പോൾ ആ കുട്ടിയുടെ പെൻസിൽ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടായിരുന്നു, അവൻ അറിയാതെ. വഷ്ടി സ്റ്റേർഡ് അറ്റ് ദ ബോയ്സ് ക്യുഗിൾ. വഷ്ടി ആ പയ്യൻ്റെ കൈപ്പത്തിയിലേക്ക് ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഇളകുകയാണ്. ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. എന്നിട്ട് അവൾ പറയും, ഒപ്പിട്, സൈൻ ചെയ്തില്ലെന്ന് പറയും. അതായത് അവളോട് ആ ടീച്ചർ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ ഈ പയ്യനോടും അവൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. നല്ലൊരു പിക്ചർ സ്റ്റോറിയാണ്. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ സ്റ്റോറിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് വഷ്ടി സാഡ്? എന്താണ് വഷ്ടി സാഡ് ആയത്? ഉത്തരം, ബിക്കോസ് ഷീ ബിലീവ് ദാറ്റ് ഷീ കുഡിൻ ഡ്രോ എ പിക്ചർ. അവൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. അടുത്തത്, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് വഷ്ടി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്? അവൾ ആ ഡോട്ട് പിക്ചർ വരച്ചതിന് ശേഷം എന്ത് ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞത്? ടീച്ചർ ആസ്ക്ഡ് ഹെർ ടു സൈൻ ഹെർ പിക്ചർ. ആ പിക്ചറിൻ്റെ മേലെ സൈൻ ചെയ്യാൻ പറയും. വാട്ട് ഡിഡ് വഷ്ടി's ടീച്ചർ ഡു വിത്ത് ഹെർ പിക്ചർ? വഷ്ടിയുടെ ടീച്ചർ ആ പിക്ചർ എന്ത് ചെയ്തു? ദ ടീച്ചർ ഫ്രെയിംഡ് വഷ്ടി's പിക്ചർ ഇൻ സ്വേർലി ഗോൾഡ് ആൻഡ് ഹങ് ഇറ്റ് എബോവ് ഹെർ ഡെസ്ക്. ആ അവരിരിക്കുന്ന ഡെസ്കിന് മേലെ അത് ഫ്രെയിം ചെയ്ത് തൂക്കി അല്ലേ, ചുമരിൽ. വൈ ഡിഡ് വഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? അപ്പോൾ അത് കണ്ടതിന് ശേഷം വഷ്ടി തിങ്ക് ചെയ്യാണ്, ഇതിനേക്കാളും നല്ലൊരു ഡോട്ട് എനിക്ക് വരയ്ക്കായിരുന്നു. ബിക്കോസ് സീയിങ് ഹെർ ഫ്രെയിംഡ് പിക്ചർ ഷീ ബിക്കേം കോൺഫിഡൻറ്റ് ആൻഡ് വാണ്ടഡ് ടു ഡ്രോ എ ബെറ്റർ വൺ. അപ്പോൾ അവളുടെ ആ ഒരു ഡോട്ട് വരച്ച ചിത്രം അവിടെ ഫ്രെയിം ചെയ്ത് തൂക്കിയത് കണ്ടപ്പോൾ അവൾക്ക് അവൾക്ക് കോൺഫിഡൻസ് വന്നു, കുറച്ചുകൂടി നല്ലത് വരയ്ക്കാമെന്നൊരു കോൺഫിഡൻസ് അവൾക്ക് വരികയാണ്. വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? അപ്പോൾ വഷ്ടി ഇതുപോലെ ആ ബോയോടും അവൻ്റെ പിക്ചറിൽ സൈൻ ചെയ്യാൻ പറയേണ്ടത് എന്തുകൊണ്ടാണ് എന്നാണ് ആൻസർ. വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ടു എൻകറേജ് ഹിം. അവനെ എൻകറേജ് ചെയ്യാനും, ജസ്റ്റ് ആസ് എ ടീച്ചർ എൻകറേജ് ഹെർ. അവളുടെ ടീച്ചർ എൻകറേജ് ചെയ്ത പോലെ ഈ പയ്യനെയും എൻകറേജ് ചെയ്യുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം. അടുത്ത ചോദ്യം, വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? അടുത്തത് ആ ബോയ് എന്താണ് ചെയ്തത്? ഹി ബിക്കം മോർ കോൺഫിഡൻറ്റ് ആൻഡ് വിൽ ഡ്രോ എ പിക്ചർ ജസ്റ്റ് ആസ് വഷ്ടി ഡിഡ്. ആ ബോയ് എന്തായിരിക്കും ചെയ്യാൻ പോവുക? അവൻ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവും, അവൻ ചിത്രം വരയ്ക്കും വഷ്ടി ചെയ്ത പോലെ അല്ലേ. അടുത്തത്, നമുക്കൊരു പിക്ചർ സ്റ്റോറിയാണ് ഇതിലുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ചിത്രങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ആ സ്റ്റോറിയിലേക്ക് കടക്കാം. ഡെവലപ്പ് ചെയ്ത സ്റ്റോറിയാണ്, നമുക്ക് പിക്ചറിൻ്റെ അടിയിൽ എഴുതണമെന്നില്ല, സ്റ്റോറി ആയിട്ട് തന്നെ ഇത് പറഞ്ഞു തരാം. നമുക്ക് ഒരു സ്റ്റോറിക്ക് ഒരു ഹെഡിങ് കൊടുക്കണം. ദ ലയൺ ആൻഡ് ദ മൗസ് എന്നൊരു പേര് കൊടുക്കുക. വൺസ് അപ്പോൺ എ ടൈം എ മൈറ്റി ലയൺ ലേ എസ്ലീപ്പ് ഇൻ ദ ഹേർട്ട് ഓഫ് എ ഡെൻസ് ജംഗിൾ. ഒരു കാട്ടിൽ സിംഹം ഉറങ്ങുമായിരുന്നു. എ ടൈനി മൗസ് സ്കറിയിങ് എബൌട്ട് ആക്സിഡൻ്റലി റാൻ അക്രോസ് ദ ലയൺസ് നോസ് വേക്കിംഗ് ഹിം ഫ്രം ഹിസ് നാപ്പ്. അപ്പോൾ ഒരു എലി പെട്ടെന്ന് അങ്ങനെ ഓടുകയാണ്, അറിയാതെ ഓടിപ്പോവാണ്. അപ്പോൾ ഈ സിംഹത്തിൻ്റെ ഉറക്കം കെടുത്തിയിട്ട് ഓടിപ്പോകും. സിംഹം എഴുന്നേക്കും. ആങ്കേർഡ് ദ ലയൺ ക്വിക്ലി കോട്ട് ദ മൗസ് അണ്ടർ ഹിസ് ലാർജ് പോ ആൻഡ് പ്രിപ്പയർഡ് ടു ഈറ്റ് ഹിം. ദേഷ്യം വന്ന ഈ സിംഹം എന്ത് ചെയ്തു? പെട്ടെന്ന് അതിനെ പിടിച്ച് തിന്നാൻ വേണ്ടി നിന്നു. അപ്പോൾ പ്ലീസ് കിങ് ഓഫ് ദ ജംഗിൾ ദ മൗസ് ക്യൂക്ഡ്. അപ്പോൾ മൗസ് പറയും, എലി പറയും, കാട്ടിലെ രാജാവേ, സ്പെയർ മൈ ലൈഫ് ആൻഡ് ഐ പ്രോമിസ് ഐ വിൽ ഫൈൻഡ് എ വേ ടു ഹെൽപ്പ് യു വൺ ഡേ. എന്നെ വെറുതെ വിടണം, ക്ഷമിക്കണം,
എന്നെങ്കിലും ഒരിക്കൽ ഞാൻ താങ്കളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കും. ദ ലയൺ ലോഫ്ഡ് ഹേർട്ട്ലി അറ്റ് ദ ഐഡിയ ഓഫ് സച്ച് എ സ്മോൾ ക്രിയേച്ചർ ഹെൽപ്പിംഗ് ഹിം. അപ്പോൾ സിംഹം ചിരിക്കും. ഇത്രയും ചെറിയൊരു ജീവിയാണോ എന്നെ സഹായിക്കാൻ പോണത് എന്ന് പറഞ്ഞ് ചിരിക്കും, പുച്ഛിച്ച് ചിരിക്കും. ബട്ട് ബീങ് ഇൻ എ ഗുഡ് മൂഡ്. പക്ഷെ സിംഹം ദേഷ്യത്തിലായിരുന്നില്ല, നല്ലൊരു മൂഡിലായിരുന്നു. ഹി ഡിസൈഡഡ് ടു ലെറ്റ് ദ ലിറ്റിൽ മൗസ് ഗോ. അപ്പോൾ ആ ലിറ്റിൽ മൗസിന് ശരി നീ പൊക്കോ, നിന്നെ ഞാൻ തിന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിടും. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, വൈൽ പ്രൗളിംഗ് ദ ഫോറസ്റ്റ് ദ ലയൺ വാസ് കോട്ട് ഇൻ ദ ഹണ്ടേഴ്സ് നെറ്റ്. അപ്പോൾ ഇങ്ങനെ കാട്ടിലൂടെ പോണ സമയത്ത് അതായത് വേട്ടക്കാരൻ്റെ വലയിൽ സിംഹം അകപ്പെടുകയാണ്. ഹി റോഡ് ഇൻ ഫ്രസ്ട്രേഷൻ ആൻഡ് സ്ട്രഗിൾ ടു ബ്രേക്ക് ഫ്രീ. കരഞ്ഞു, അലറി ആ വലയിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദ റോപ്സ് വർ ടു സ്ട്രോങ്. പക്ഷെ കയറൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഹിയറിംഗ് ദ ഫെമിലിയർ റോർ ദ ലിറ്റിൽ മൗസ് റഷ്ഡ് ടു ദ സീൻ. അപ്പോൾ എവിടെയോ കേട്ട ഒരു അലർച്ച, സിംഹം അലറുന്നത് കേട്ടിട്ട് എലി ഇത് കേൾക്കും. എലി എവിടെയോ ഇത് കേട്ടിട്ടുണ്ടല്ലോ, അറിയുന്ന ആരോ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം വരും. ഡോണ്ട് വെറി മൈ ഫ്രണ്ട്, ദ മൗസ് സെഡ്. പേടിക്കണ്ട സുഹൃത്തേ. ഹി ഇമ്മീഡിയറ്റ്ലി ബിഗൻ നിബ്ലിംഗ് അറ്റ് ദ തിക്ക് റോപ്സ് വിത്ത് ഹിസ് ഷാർപ്പ് ടീത്ത്. അപ്പോൾ എലിയുടെ ആ ഒരു പല്ല് വെച്ച് കരണ്ടാൻ തുടങ്ങി. ആ വലയൊക്കെ കടിച്ച് പൊട്ടിക്കും. ബിഫോർ ലോങ് ദ മൗസ് ഹാഡ് ച്യൂഡ് ത്രൂ ദ നെറ്റ് ആൻഡ് ദ ലയൺ വാസ് ഫ്രീ. അങ്ങനെ ആ ഒരു വലയൊക്കെ കടിച്ച് മുറിച്ച് പൊട്ടിച്ച് ലയണിനെ ഫ്രീ ആക്കി വിട്ടു നമ്മുടെ എലി. ദ ലയൺ റിയലൈസ്ഡ് ദാറ്റ് ഈവൻ ദ സ്മോളസ്റ്റ് ഫ്രണ്ട് ക്യാൻ ബി എ ഗ്രേറ്റ് അലി. അപ്പോൾ സിംഹം റിയലൈസ് ചെയ്യുകയാണ്, ചെറിയ ഒരു ഫ്രണ്ടിനും വലിയ റോൾ ഉണ്ട് നമ്മുടെ അതിൽ, അല്ലേ? വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഫ്രം ദാറ്റ് ഡേ ഓൺ ദ ലയൺ ആൻഡ് ദ മൗസ് റിമൈൻ ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട്സ് മതി, ബെസ്റ്റ് ഓഫ് എന്ന് വേണ്ട. അന്ന് മുതൽ നമ്മുടെ സിംഹവും എലിയും നല്ല ഫ്രണ്ട്സായി മാറി. നല്ലൊരു കഥയാണ്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.